ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയമണ്ട് SX200 എന്ന 200 വാട്ട് വരെ അളക്കാവുന്ന ഈ കൊമേഴ്സ്യൽ SWR പവർ മീറ്റർ പോലെ തന്നെ വയറിംഗ് ഡയഗ്രം ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ SWR മീറ്റർ ഹോം ബ്രൂ ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് ആൻറ്റിന എല്ലാം പുറകുവശത്ത് കാണാം. ഇതിൽ പ്രധാനമായും 3 സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. റേഞ്ച് സ്വിച്ച് 5 വാട്ട്, 20 വാട്ട്, 200 വാട്ട്. അതിന് പകരമായി നമ്മൾ 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് ഉപയോഗിക്കുന്നു. മറ്റേത് ഫങ്ഷൻ സ്വിച്ച്, പവർ, കാലിബ്രേഷൻ, SWR. കാലിബ്രേഷൻ രീതിയിൽ ഇട്ടതിന് ശേഷം ഈ കൺട്രോൾ ഉപയോഗിച്ച് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരുത്തണം. അടുത്തത് ഫോർവേഡ് പവർ, റിഫ്ലക്ടർ പവർ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. ആ ബ്ലൂ കളർ പുഷ് ബട്ടൺ പീക്ക് പവർ, ആവറേജ് പവർ കാണിക്കുന്നുള്ളതാണ്. ഇതിൽ കാണുന്ന മീറ്ററിൻ്റെ ഡയലിൽ ഏറ്റവും മുകളിലായി SWR, അതിന് താഴെ 3 റേഞ്ചിലുള്ള പവർ ആണ് കാണിച്ചിരിക്കുന്നത്. SWR പവർ ബ്രിഡ്ജിൽ നിന്നും ഈ സർക്യൂട്ട് പ്രകാരം പ്രീസെറ്റുകൾ വഴി, സ്വിച്ചുകൾ വഴി എങ്ങനെ മീറ്ററിലേക്ക് കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി ഏതെങ്കിലും ഒരു വശം ഇൻപുട്ടായും ഔട്ട്പുട്ടായും സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യാം. ഏത് വശത്തിലൂടെയാണോ ജനലിലൂടെ പുറത്തേക്ക് വയറെടുക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ ഭാഗം റേഡിയോ ആയിട്ട് സെലക്ട് ചെയ്യുന്നു ഇൻപുട്ട്, ഇത് ആൻറ്റിന ഔട്ട്പുട്ട്. അത് പ്രകാരം റെഡ് വയർ ഫോർവേഡ് വോൾട്ടേജും യെല്ലോ വയർ റിഫ്ലക്ടർ വോൾട്ടേജും കാണിക്കും. ബ്ലാക്ക് വയർ ഗ്രൗണ്ടാണ്, നെഗറ്റീവ്. വലിക്കുമ്പോൾ വിട്ടുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോടെ ഇങ്ങനെ കോർത്ത് എടുത്തിരിക്കുന്നത്. പവർ കാലിബ്രേഷൻ SWR കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ഇത്തരം ഒരു 3-വേ സ്വിച്ച് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തെ കണക്ഷൻസ് ഈ സർക്യൂട്ട് കാണിച്ചിരിക്കുന്ന പോലെ 2 എണ്ണം കണക്ട് ചെയ്ത് ഒരെണ്ണം ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫോർവേഡ് റിഫ്ലക്ടർ പവർ കാണിക്കുന്നതിനുള്ള സ്വിച്ച് ഇതാണ്. ഇതിൻ്റെ 2 പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇത്തരം സ്വിച്ചുകളൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഇങ്ങനെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷനെങ്കിലും ഒരു സമയത്ത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്തരം സ്വിച്ചുകളാണെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെ ഫങ്ഷൻ സ്വിച്ചിനായിട്ട് റോട്ടറി സ്വിച്ചിന് പകരം ഒരു 3-വേ സ്വിച്ചാണ് എടുക്കുന്നത്. ഈ 3-വേ സ്വിച്ചിലും 2 പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു കണക്ഷനെങ്കിലും കിട്ടുവാൻ വേണ്ടിയാണിത്. ഇതിൽ 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ അകത്തെ മാക്സിമം റീഡിംഗ് കാണിക്കുന്നത് 100 വാട്ടാണ്. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഭാഗം നോക്കണ്ട, അത് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നതാണ്. ഇത് 100 വാട്ട് മാക്സിമം. അപ്പോൾ ഇത് 10ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാം. പവർ സെറ്റ് ചെയ്തതിന് ശേഷം SWR കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഇത് രണ്ടും 2 റീഡിംഗ് ആയി കാലിബ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആദ്യം എങ്ങനെയാണ് ഇതുവഴി വയറിംഗ് ചെയ്യുന്നത് നോക്കാം. SWR ബ്രിഡ്ജിൽ നിന്നും വരുന്ന വോൾട്ടേജിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കൊടുക്കാം, 470 ohms. ഇതിൽ കാലിബ്രേഷൻ ചെയ്യുന്നതിനായി 10K ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. ആവറേജ് പവർ, പീക്ക് പവർ കിട്ടുന്നതിനായി 22 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കണം. ഇനി കണക്ഷൻ വയറിങ്ങിലേക്ക് പോകാം. വയറിംഗ് ഓരോരോ സ്റ്റേജായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അപ്പോൾ വിശദീകരിക്കാം. 10 വാട്ട്
100 വാട്ട് 1000 വാട്ട് സെറ്റ് ചെയ്യുന്നതിനായി 3 പ്രീ സെറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 10 വാട്ട് 100 വാട്ട് 1000 വാട്ട്. റിഫ്ലക്റ്റഡ് പവർ സെറ്റ് ചെയ്യുന്നതിനായി മറ്റൊരു പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് SWR സെറ്റ് ചെയ്യുന്നത്. ഈ സർക്യൂട്ട് പ്രകാരം ഇതാണ് നമ്മുടെ ഫങ്ഷൻ സ്വിച്ച്. പവർ, കാലിബ്രേഷൻ, SWR ഇതിലും ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഓരോ പിന്നുകൾ ഫോർവേഡ് റിഫ്ലക്റ്റഡ് പവർ അളക്കാനുള്ള സ്വിച്ചിലൂടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കോമൺ പിന്നിൽ നിന്നും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നു. 10 വാട്ട് 100 വാട്ട് 1000 വാട്ട് പ്രീസെറ്റിലേക്ക് കൊടുക്കാം. ഈ സ്വിച്ചിൻ്റെ കാലിബ്രേഷൻ മിഡിൽ പിന്നിൽ നിന്നും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നു. വലതുവശത്തുള്ള പിന്ന് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ മറ്റേ യെല്ലോ വയർ ഇതിൻ്റെ പ്രീസെറ്റുകളുടെ കോമൺ പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മീറ്റർ കണക്ഷൻ കൊടുക്കാം. മീറ്ററിൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. തൽക്കാലം റെസിസ്റ്റൻസ് കൊടുത്തിട്ടില്ല. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്ര കാണിക്കും എന്ന് നോക്കിയതിന് ശേഷം റെസിസ്റ്റൻസിൻ്റെ അളവ് തീരുമാനിക്കാം. SWR പവർ മീറ്ററിൻ്റെ വയറിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. SWR പവർ ബ്രിഡ്ജിൽ നിന്നും വരുന്ന ഇൻപുട്ട് ഫോർവേഡ് വോൾട്ടേജ്, റിഫ്ലക്റ്റർ വോൾട്ടേജ് ഇതുവഴി ഈ സ്വിച്ചിൽ വരും, സെലക്ടർ സ്വിച്ചിൽ വരും. അവയിൽ നിന്നും ഫോർവേഡ് റിഫ്ലക്റ്റർ, പിന്നെ റേഞ്ച് സ്വിച്ച്. അതിനായി 3 പ്രീസെറ്റുകളും വെച്ചിരിക്കുന്നു. ഇത് റിഫ്ലക്റ്റർ പവർ. ഇനി കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 470 റെസിസ്റ്റൻസ് വഴി ഫോർവേഡ് വോൾട്ടേജ്, 103 പ്രീസെറ്റ് വഴി റിഫ്ലക്റ്റർ വോൾട്ടേജ്, ഗ്രൗണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. മീറ്ററിൻ്റെ ഗ്രൗണ്ട്, സ്വിച്ചിൻ്റെ ഗ്രൗണ്ട്, കാലിബ്രേഷൻ കൺട്രോളിൻ്റെ ഗ്രൗണ്ട്, പിന്നെ കോമൺ ഗ്രൗണ്ട്. ഇനി ഇതിലേക്ക് റേഡിയോ കണക്ഷൻ കൊടുക്കാം. റേഡിയോയിൽ നിന്ന് വരുന്നതിന് ഇവിടെ ഇൻപുട്ട് സിഗ്നലായി കൊടുക്കാം. അതിലേക്ക് പോകുന്ന ഈ ഭാഗം ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സ്വിച്ച് പവർ വെച്ചിരിക്കുന്നു. ഇത് ഫോർവേഡ് പവർ 10 വാട്ട് 100 വാട്ട് 1000 വാട്ട് 10 വാട്ട് റേഞ്ചിലിടാം. അതിനുശേഷം റേഡിയോയിൽ നിന്നും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. മീറ്റർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. റേഡിയോ CW മോഡിലിട്ടതിന് ശേഷം റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ മീറ്റർ റിഫ്ലക്ഷൻ കാണിച്ചിരിക്കുന്നു. CW മോഡിൽ പവർ ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നീഡിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീസെറ്റ് തിരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കുക. മാറുന്നുണ്ട്. കാലിബ്രേഷൻ സ്വിച്ചിൽ ഒന്നുമില്ല. ഇതിനെ മിഡിൽ പോയിന്റിൽ വയ്ക്കുക. അതിനുശേഷം കാലിബ്രേഷൻ സ്വിച്ച് തിരിച്ച് മാക്സിമത്തിൽ എത്തിക്കുക. റേഡിയോയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് പവർ കുറവാണ്. അതുകൊണ്ടാണ് മീറ്റർ ഫുൾ റിഫ്ലക്ഷൻ കാണിക്കാത്തത്. ഇൻപുട്ട് പവർ കുറച്ച് അധികം കൊടുക്കേണ്ടി വന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാലിബ്രേഷനായി റേഡിയോയിൽ നിന്നും 10 വാട്ട് ഇൻപുട്ട് കൊടുക്കുക. അതിനുശേഷം കാലിബ്രേഷൻ സ്വിച്ച് തിരിച്ച് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്തിക്കുക. 100 വരെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് 100ൽ വയ്ക്കുക. 10Kയുടെ കൺട്രോളിന് പകരം 4.7Kയുടെ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഇപ്പോഴിത് കാലിബ്രേഷൻ മോഡിലാണ് ഇരിക്കുന്നത്. അതിന് പവർ റേഞ്ചിലേക്ക് മാറ്റുക. അതിനുശേഷം പ്രീസെറ്റ് തിരിച്ച് അതിനെ 10 വാട്ട് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. ഇപ്പോഴിത് 10 വാട്ട് റേഞ്ചിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് CW മോഡിലാണുള്ളത്. ഇത് നമുക്ക് VTT മൈക്കിലൂടെ സംസാരിച്ച് നോക്കാം. CW മോഡിൽ 10 വാട്ട് സെറ്റ് ചെയ്താൽ SSB മോഡിൽ മോഡുലേഷൻ അനുസരിച്ച് പവർ കൂടുന്ന കാണാം. ഇപ്പോൾ 10 വാട്ട് റേഞ്ചിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 100 വാട്ട് റേഞ്ചിലേക്ക് മാറ്റാം. അതിനായി ഫങ്ഷൻ സ്വിച്ച് 100 വാട്ട് റേഞ്ചിലിടുക. അതിനുശേഷം പവർ ഓൺ ചെയ്യുക. കാലിബ്രേഷനിൽ നീഡിൽ ഫുള്ളാക്കുക. 100 വരെ എത്തിക്കുക. അതിനുശേഷം പവറിലേക്ക് മാറ്റിയിടുക. ഇനി പവറിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് ഇതിൽ 10ൻ്റെ അവിടം വരെ നീഡിൽ കൊണ്ട് എത്തിക്കുക. പത്ത് വാട്ട് റേഞ്ചിൽ വരുത്തുവാനായി സെക്കൻഡ് പ്രീസെറ്റ് 10 തിരിച്ച് എത്തിക്കുക. ഇപ്പോൾ ഈ മീറ്റർ 10 വാട്ടിനായി കാലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 100 വാട്ട് പവർ ചെല്ലുമ്പോൾ ഇതിൻ്റെ നീഡിൽ 100 എത്തുന്നതായിരിക്കും. അതേപോലെ 1000 വാട്ട് അളക്കുവാനായി ഇതിൻ്റെ നീഡിൽ 1 വയ്ക്കേണ്ടത്. അതിനായി നമ്മൾ 100 വാട്ട് ഇൻപുട്ട് പവർ കൊടുക്കുക. അതിനുശേഷം 10ൻ്റെ അവിടെ കൊണ്ടുപോയി നീഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. ഇതുപോലെ 100 വാട്ട് കൊടുത്തതിന് ശേഷം 10ൽ എത്തിക്കുന്ന റീഡിംഗ് ആയിരിക്കും 1000 വാട്ട് അളക്കുന്നതിനുള്ള കാലിബ്രേഷൻ. ഇപ്പോൾ ഈ മീറ്റർ 10 വാട്ട് കാണിക്കുന്നതിനായി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരം പ്രീസെറ്റുകൾ ചൂടാവുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരും. അതുകൊണ്ട് വയർ വൗണ്ട് പ്രീസെറ്റുകളായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 10 വാട്ട് ഇപ്പോൾ 10 വാട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ 1000 വാട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഈ മീറ്ററിൽ റിഫ്ലക്റ്റർ പവർ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. റിഫ്ലക്റ്റർ പവർ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇവിടെ റേഡിയോ ഇന്നായി കണക്ട് ചെയ്ത ഭാഗം ആൻറ്റിനയായും ആൻറ്റിനയിൽ കൊടുത്ത ഭാഗം റേഡിയോ ഇന്നായി കണക്ട് ചെയ്യുക. അതിനുശേഷം ഡയമണ്ട് മീറ്ററിൽ ഫോർവേഡ് 10 വാട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുണ്ടാക്കുന്ന SWR മീറ്ററിൻ്റെ റിഫ്ലക്റ്റർ പവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് ഈ മീറ്ററിൽ 10 വാട്ട് എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരിക്കൽ കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് പവറിനുള്ള പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ റിഫ്ലക്റ്റർ പവറിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ പിന്നീട് അനക്കുവാൻ പാടുള്ളതല്ല. ഇതിപ്പോൾ റിവേഴ്സ് പവറാണ്. അതുകൊണ്ട് റിവേഴ്സിലിടുക. 10 വാട്ടിനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് 10 റീഡ് ചെയ്യുന്നോടം വരെ കൊണ്ടെത്തിക്കുക. ഇങ്ങനെ തുറന്നിട്ട് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ്ങിൽ വ്യത്യാസം വരുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ഒരു ബോക്സിലാക്കിയതിന് ശേഷം നോക്കാം. അതിനായി ആദ്യം മീറ്റർ 0 എറർ ആക്കുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 0-ൽ എത്തിച്ച ശേഷം മീറ്റർ ഒന്ന് ഇളക്കി നോക്കുക. വീണ്ടും വ്യത്യാസമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. റേഡിയോയിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് പവർ ലീനിയർ ആംപ്ലിഫയർ വഴി SWR മീറ്റർ വഴി ആൻറ്റിനയിലേക്കോ ഡെമ്മി ലോഡിലേക്കോ കൊടുക്കണം. ഇതുപോലുള്ള 3 പാച്ച് കേബിൾ ഉപയോഗിച്ച് ഡെമ്മി ലോഡ് റേഡിയോ ലീനിയർ ആംപ്ലിഫയർ വഴി കണക്ട് ചെയ്യുക. കാലിബ്രേഷൻ ചെയ്യുവാനായി ഉപയോഗിക്കുന്നത് ഡയമണ്ട് XX200 എന്നുള്ള ഈ SWR പവർ മീറ്ററാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
ഈ മീറ്റർ U2ZMK മഹേന്ദ്ര ടെസ്റ്റിംഗ് പർപ്പസിനായി എനിക്ക് കുറച്ച് ദിവസം തന്നതാണ്. മഹേന്ദ്രയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നാം പുതിയതായി ഉണ്ടാക്കിയ SWR പവർ മീറ്റർ കാലിബ്രേഷൻ ചെയ്യുവാനായി ഡയമണ്ട് SWR പവർ മീറ്ററും പുതുതായി ഉണ്ടാക്കിയ SWR പവർ മീറ്ററും റേഡിയോയും ഡമ്മി ലോഡും ഇവയെല്ലാം സീരീസ് രീതിയിൽ കണക്ട് ചെയ്യുക. കണക്ഷൻസ് എല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം റേഡിയോയിൽ നിന്നും ഒരു RF പവർ ഔട്ട്പുട്ട് കൊടുക്കുക. ഡയമണ്ട് ഒറിജിനൽ മീറ്ററിൽ എത്രയാണോ റീഡിംഗ് കാണിക്കുന്നത് അത്രയും തന്നെ റീഡിംഗ് പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത SWR മീറ്ററിലും സെറ്റ് ചെയ്യുക. ടെൻ വാട്ട് റേഞ്ചിൽ ഇട്ടതിന് ശേഷം റേഡിയോയിൽ നിന്നും വന്ന അത്രയും പവറിനെ SWR മീറ്ററിൻ്റെ പുതിയ മീറ്ററിലും സെറ്റ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ 100 വാട്ട് പവർ കൊടുത്തതിന് ശേഷം 100 വാട്ട് റേഞ്ചിലിട്ട് 100 വാട്ട് പവറും സെറ്റ് ചെയ്യുക. 1000 വാട്ട് പവർ സെറ്റ് ചെയ്യുന്നതിനായി 100 വാട്ട് പവർ കൊടുത്തതിന് ശേഷം പുതിയ മീറ്ററിൽ 10 എന്ന എവിടെ വരെ എത്തിക്കുക. ഇതേപോലെ ഓരോ റേഞ്ചിലും വച്ചതിന് ശേഷം പവർ കറക്ഷൻ 3-4 പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ രീതിയിൽ ചെയ്യുക. ഓരോ റേഞ്ചിലിട്ടും കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയി സെൻട്രൽ പോർഷനിലിട്ട് കാലിബ്രേഷൻ കൺട്രോൾ തിരിച്ച് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരുത്തണം. അതിനുശേഷം പവറിലേക്ക് മാറ്റിയിട്ട് കാലിബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പുതുതായി ഉണ്ടാക്കിയ SWR പവർ മീറ്റർ ഏകദേശം ഒരുപോലെ റീഡിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് മീറ്റർ മാറ്റിയതിന് ശേഷം അതിൽ കാണിക്കുന്ന അതേ റീഡിംഗ് നമ്മൾ ഉണ്ടാക്കിയ മീറ്ററിലും കാണിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിനായി ചിലപ്പോൾ ഫൈൻ ട്യൂണിങ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. ഓരോ പ്രാവശ്യവും ഡയമണ്ട് മീറ്റർ കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ കാണിക്കുന്ന അതേ റീഡിങ് നമ്മളുണ്ടാക്കിയ പുതിയ മീറ്ററിലും കാണിക്കുക. ഈ പ്രോസസ്സ് 1-2 തവണ മാറി മാറി ചെയ്യേണ്ടതായി വരും. ഫോർവേഡ് റീഡിങ് 3 റേഞ്ചിലും സെറ്റ് ചെയ്തതിന് ശേഷം ഇനി റിഫ്ലക്റ്റഡ് പവർ സെറ്റ് ചെയ്യാം. അതിനായി പുതുതായി ഉണ്ടാക്കിയിരിക്കുന്ന SWR മീറ്ററിൻ്റെ ഇൻപുട്ട് ആൻറ്റിന കണക്ഷൻ തമ്മിൽ സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡയമണ്ട് മീറ്ററിൽ കാണിക്കുന്ന ഫോർവേഡ് റീഡിങ് എത്രയാണോ അത്രയും പുതിയ മീറ്ററിൻ്റെ റിഫ്ലക്റ്റർ മോഡിൽ സ്വിച്ച് ഇട്ടതിന് ശേഷം മീറ്ററിൽ സെറ്റ് ചെയ്യുക. ഇതും 2-3 പ്രാവശ്യം ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഡയമണ്ട് മീറ്റർ SWR അളക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം പുതിയ മീറ്ററിലെ SWR മോഡ് സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് മറ്റൊരു ലേബലിൽ അതിനെ റീഡിങ് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ മറ്റൊരു ദിവസമാണ് ചെയ്തത്. അതിനുശേഷം ചെയ്ത കാലിബ്രേഷനും ഫൈൻ ട്യൂണിങ്ങുമാണ് ഇനി കാണിക്കുന്നത്. ഇപ്രകാരം മീറ്ററുകൾ 100 വരെയാണുള്ളത്. അതുകൊണ്ട് 10 and 100 10ഉം 100ഉം 2 റേഞ്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ കാലിബ്രേഷൻ ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഹോം റൂം മീറ്ററിൽ പവർ റേഞ്ച് ഏറ്റവും
200 റേഞ്ച് എടുക്കുക. നടുക്കത്ത് 10 റേഞ്ച് എടുക്കാം. താഴെയുള്ളത് വേണ്ടെന്ന് വയ്ക്കാം. അതുപോലെ നമ്മുടെ ഒറിജിനൽ മീറ്ററിൽ 200 റേഞ്ചിൽ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ റേഡിയോയിൽ CW പവർ അപ്ലൈ ചെയ്യാം. CW പവർ അപ്ലൈ ചെയ്തപ്പോൾ മീറ്ററിൻ്റെ നീഡിൽ കാണിക്കുന്നത് 50. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ലീനിയറിലുള്ള നീഡിലും ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 50 ആക്കുക. ഇപ്പോൾ 50 ആയിട്ടുണ്ട്. ഇനി റേഡിയോയിൽ നിന്നും പവർ കൂട്ടി കൊടുക്കാം. പവർ കൂട്ടുന്നു. ഇപ്പോൾ റേഡിയോയുടെ ഔട്ട്പുട്ട് 100 വാട്ട് ആയിട്ടുണ്ട്. ഉണ്ടാക്കുന്ന ലീനിയറിൻ്റെ ഔട്ട്പുട്ടും 100 ആവേണ്ടതാണ്. മീറ്ററിന് ലീനിയാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരം 100 ആവാത്തത്. ഒന്നുകൂടി പവർ അപ്ലൈ ചെയ്ത് നോക്കാം. 100 എത്തിയിട്ടില്ല. ഈ മീറ്ററിൽ 100 കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓംബ്രൂ ചെയ്ത മീറ്ററിൽ 100 കാണിക്കുന്നില്ല. വീണ്ടും പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൂടിപ്പോയി. ഇത് 100 എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പവർ കൊടുത്ത് നോക്കാം. ഇത് 100 കാണുന്നുണ്ട്. ഇതിലും 100 കാണുന്നു. ഫോർവേഡ് വോൾട്ടേജ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് SWR കണക്കാക്കുന്ന ഫോർമുലയാണിത്. ഫോർവേഡ് പവർ റിഫ്ലക്റ്റഡ് പവർ കിട്ടിയാലും SWR കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഫോർവേഡ് പവർ, റിഫ്ലക്റ്റഡ് പവർ എന്നിവ കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം SWR കാലിബ്രേറ്റ് ചെയ്യാം. SWR കാലിബ്രേഷൻ ചെയ്യുവാനായി ഡെമ്മി ലോഡ് നീക്കിയിട്ട് ഒരു ആൻറ്റിന കണക്ട് ചെയ്യണം. SWR റീഡിംഗ് കാണുവാനായി മറ്റൊരു സ്കെയിൽ വരയ്ക്കണം. SWR കാലിബ്രേഷനായി ഡയമണ്ടിൻ്റെ മീറ്റർ SWR റേഞ്ചിലിട്ടതിന് ശേഷം നമ്മളുണ്ടാക്കിയ മീറ്റർ അതിൻ്റെ പുതിയ സ്കെയിലിൽ വരയ്ക്കണം. ഫോർവേഡ് പവറിൻ്റെ നേർപകുതി റിഫ്ലക്റ്റഡ് പവറായി വരുവാണെങ്കിൽ SWR 3 ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ SWR മീറ്ററിൻ്റെയും സെൻട്രൽ ഭാഗത്ത് 3 രേഖപ്പെടുത്തുന്നത്. SWR കാലിബ്രേഷനായി മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റിന ഉപയോഗിച്ച് ഡയമണ്ട് മീറ്ററുമായി കാലിബ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു മീറ്ററിലെ ഡയൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇതുപോലെ ഡയലോട് കൂടിയ മീറ്റർ കിട്ടുന്നില്ല എങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ഉള്ളിൽ വെച്ച് അതിൽ വരച്ച് കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നീഡിൽ വളഞ്ഞ് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ഈ മീറ്ററിൻ്റെ ഡയലിൽ ഇതുപോലെ പേപ്പർ ഒട്ടിച്ച് നമുക്ക് ആവശ്യമായ റേഞ്ച് ഹൊറിസോണ്ടലായുള്ള വരകളിൽ വെച്ചതിന് ശേഷം ഓരോ വാട്ട് പവർ കൊടുത്തിട്ട് അതിൽ അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന പ്രക്രിയ വളരെയേറെ സമയം ചെലവഴിക്കുന്നതാണ്. ഇതേപോലെ 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് റേഞ്ചുകളിൽ ഓരോരോ സ്റ്റെപ്പായി അടയാളപ്പെടുത്തി എടുക്കണം. ഓരോ റേഞ്ചിലുമുള്ള പവർ അടയാളപ്പെടുത്തി എടുക്കാൻ കുറേ അധികം സമയം വേണം. അതുകൊണ്ട് ബാക്കിയുള്ളവ
വളരെ ഫാസ്റ്റായി കാണിക്കുകയാണ്. ഡയലോഡ് കൂടിയ ഇത്തരം മീറ്ററുകൾ കിട്ടുവാനില്ലെങ്കിൽ 100 മില്ലി ആംപിയറിൻ്റെ ഇതുപോലെ സ്ക്വയർ ടൈപ്പ് മീറ്റർ വാങ്ങിച്ച് അതിൻ്റെ ഡയൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതുപോലെ ഒട്ടിച്ച് മീറ്റർ തയ്യാറാക്കാവുന്നതാണ്. VU3GLA സമത് ഉണ്ടാക്കിയെടുത്ത ഒരു മീറ്ററാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലുള്ള ലാബിൽ ഉപയോഗിക്കുന്ന മീറ്ററിലാണെങ്കിലും SWR പവർ മീറ്റർ ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഉപയോഗിച്ച പ്രീസെറ്റിന് പകരമായി ട്രിംബോട്ട് ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ മാറ്റാം എന്ന് നോക്കാം. അതിനായി കാലിബ്രേഷൻ മോഡിൽ ഇട്ട് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരുത്തുക. അതിനുശേഷം ഓരോ വാട്ടേജ് റേഞ്ചിലും 10 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് റേഞ്ചിലുള്ള പ്രീസെറ്റുകൾ തിരിച്ച് അതാത് ഡിഫ്ലക്ഷൻ മീറ്ററിൽ വരുത്തണം. ഒരു ഫൈൻ ട്യൂൺ കാലിബ്രേഷനായി ആദ്യം ഒറിജിനൽ മീറ്ററിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം വയർ കണക്ഷൻസ് ഊരിയിട്ട് നമ്മുടെ ഹോം ബ്രൂ മീറ്റർ കണക്ട് ചെയ്ത് എക്സാക്റ്റ് റീഡിങ് എത്തിക്കുക. ഇത് 2-3 പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹോം ബ്രൂ ആയിട്ടുള്ള SWR പവർ മീറ്റർ ഉപയോഗത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മീറ്റർ കണക്ട് ചെയ്ത് ബാൻഡിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒരു SWR ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതും അവ പല പ്രീസെറ്റുകൾ വഴി പല റേഞ്ചിലൂടെ ഒരു SWR പവർ മീറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ക്രോസ് നീഡിൽ മീറ്ററിൽ എങ്ങനെ SWR പവർ മീറ്റർ ഉണ്ടാക്കാം എന്നുള്ള അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. 73 ബൈ VU2TDD സൈനിങ് ഓഫ്.